ഹലോ, പ്ലംബിംഗ് ട്രേഡിലെ ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മഴവെള്ള സംഭരണ സംവിധാനം, മഴവെള്ളവും ഡ്രെയിനേജ് പൈപ്പ് സംവിധാനവും, മഴവെള്ള ഗട്ടർ ഔട്ട്ലെറ്റും ഗ്രൗണ്ട് പൈപ്പും ഫിക്സ് ചെയ്യുന്ന രീതി എന്നതിനെക്കുറിച്ച് പഠിക്കാൻ പോകുന്നു. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യാൻ കഴിയും. കുഴിയുണ്ടാക്കി കുഴിയിൽ ചരൽ നിറയ്ക്കുക, മഴവെള്ള പൈപ്പുകൾ ഫിക്സ് ചെയ്യുക, പൈപ്പുകൾ കുഴിയിലേക്ക് ബന്ധിപ്പിക്കുക, കുഴി മൂടുക, മെറ്റൽ ഷോപ്പ് എൻഡിൽ മഴവെള്ള ഗട്ടർ ഫിക്സ് ചെയ്യുക, PVC പൈപ്പ് ഗട്ടറുമായി ബന്ധിപ്പിക്കുക, പൈപ്പിന്റെ അറ്റത്ത് പൈപ്പ് ഷൂ കൂട്ടിച്ചേർക്കുക, അടയാളം അളക്കുക, ഡ്രോയിങ് അനുസരിച്ച് പൈപ്പ് ഫിക്സ് ചെയ്യുക, പൈപ്പും ഫിറ്റിങ്ങുകളും ബന്ധിപ്പിക്കുക, ജോയിന്റ്സ് പരിശോധിക്കുക. ഇത് ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ, ടൂൾസ്, യന്ത്രങ്ങൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. ട്രവൽ 1, സ്പേഡ് 1, pickaxe 1, mortar pan 1, hacksaw 1, hammer 1, straight edge 1, measuring tape 1, chisel 1, plumb bob 1, roll jumper 1, caulking tool 1, spirit level 1, blow lamp 1, water tube level 1, screwdriver 1, bricks as required, sand as required, stone aggregate as required, cement as required, pipes as required, fittings as required, RCC cover or grating as required, drilling machine as required, mason pits as required, PVC pipe 6-inch as required, PVC pipe shoe as required, swan neck pipe as required, offset pipe as required, metal sheet as required, gutter as required, bracket as required, solvent cement as required, vent cowl as required, door cross Y etc. as required, thread seal materials as required, hem yarn as required, lead as required, door bend as required, door tee as required, plain bend as required, plain tee as required, collar as required, PVC bend as required. മഴവെള്ള സംഭരണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘട്ടങ്ങൾ നോക്കാം. ക്യാച്ച്മെന്റ് ഏരിയ നിർണയിക്കുകയും ആ പ്രദേശം വൃത്തിയാക്കുകയും ചെയ്യുക. നേരിട്ട് മഴ പെയ്യുന്ന സ്ഥലമാണ് ക്യാച്ച്മെന്റ് ഏരിയ. ഇത് സിസ്റ്റത്തിനായി വെള്ളം ശേഖരിക്കുന്നു. മഴവെള്ളം ശേഖരിക്കാൻ വസ്തുവിൽ വൃത്തിയുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക. ലേഔട്ട് നിർണയിക്കുക. ടാങ്കിന്റെയും പൈപ്പ് ലൈനുകളുടെയും ലേഔട്ടും സ്ഥാനവും ശേഖരണ പ്രതലങ്ങളുടെ ഉപയോഗം പരമാവധിയാക്കുന്നതിനുള്ള വഴികളിൽ നിർണയിക്കപ്പെടുന്നു. നിരവധി ഓപ്ഷനുകളുണ്ട്, എന്നാൽ പ്രധാനമായത് സ്പ്രെഡ് ഔട്ട് ടാങ്ക് ഓപ്ഷനും ക്ലസ്റ്റർ ടാങ്ക് ഓപ്ഷനുമാണ്. സ്റ്റോറേജ് സജ്ജമാക്കുക. കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് ശേഖരിക്കുന്ന മഴവെള്ളം സംഭരണിയിലേക്ക് മാറ്റുന്നു. ജലത്തിന്റെ ആവശ്യകത, മഴ, ക്യാച്ച്മെന്റ് അവൈലബിലിറ്റി എന്നിവയ്ക്കനുസൃതമായി സംഭരണ ടാങ്ക് രൂപകൽപ്പന ചെയ്യണം. ഓരോ ഡ്രെയിനേജ് പൈപ്പും ശേഖരണ സംവിധാനവും ഉൾപ്പെടുത്തണം. മൗത്തിൽ ഒരു മെഷ് ഫിൽറ്ററും ഫസ്റ്റ് വാഷ് അല്ലെങ്കിൽ റൂഫ് വാഷറും ടാങ്കിൽ നിന്ന് ആദ്യത്തെ ജലപ്രവാഹം തിരിച്ചുവിടും. സ്റ്റോറേജ് ടാങ്കിലേക്ക് ബന്ധിപ്പിക്കുന്നതിന് മുൻപ് ഒരു ഫിൽട്രേഷൻ സിസ്റ്റം. സ്റ്റോം വാട്ടർ ബാക്ക് ഫ്ലോ തടയാനുള്ള എയർ ഗ്യാപ്പ്. ഓരോ ടാങ്കിനും എക്സസ് വാട്ടർ ഒഴുകുന്ന സംവിധാനം ഉണ്ടായിരിക്കണം. എക്സസ് വാട്ടർ റീചാർജ് സംവിധാനത്തിലേക്ക് തിരിച്ചുവിടാം. പൈപ്പുകളും ടാങ്കുകളും സ്ഥാപിക്കൽ. പൈപ്പുകൾ ഇടാൻ അധികാരികളിൽ നിന്ന് ആവശ്യമായ അനുമതികൾ തേടുക. അണ്ടർഗ്രൗണ്ടിൽ വെക്കുകയാണെങ്കിൽ ഡ്രഞ്ചുകൾ കുഴിക്കുക. സ്വയം ശുചീകരണത്തിനായി എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ അവശിഷ്ടങ്ങൾ ശേഖരിക്കുന്നത് ഒഴിവാക്കാൻ പൈപ്പ് സിംഗിൾ ഫാൾ സ്ഥാപിക്കുന്നതാണ് നല്ലത്.
പൈപ്പുകൾ ഡ്രെഞ്ചുകളിലോ മറ്റോ വയ്ക്കുക. കണക്ടറുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. ടാങ്കുകൾ സ്ഥാപിക്കുന്നതിന് ആവശ്യാനുസരണം ടാങ്ക് സ്റ്റാൻഡ് ഉണ്ടാക്കുക. ടാങ്കുകൾ ഒരു സ്റ്റാൻഡിൽ വയ്ക്കുക. ശൂന്യമാകുമ്പോൾ അവ പൊട്ടിത്തെറിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. അവ ഒരു വോള്യമായി പ്രവർത്തിക്കുന്നതിന് അവയെ ബന്ധിപ്പിക്കുക. അറ്റകുറ്റപ്പണികൾ എളുപ്പമാക്കാൻ ഓരോ ടാങ്കിനും ഒരു വാൽവ് സ്ഥാപിക്കാൻ ശുപാർശ ചെയ്യുന്നു. നിങ്ങളുടെ മഴവെള്ള ടാങ്കിൽ നിന്ന് ഏറ്റവും മലിനമായ മഴവെള്ളം പുറത്തു വരാതിരിക്കാൻ ഫസ്റ്റ് ഫ്ലഷ് ഡൈവേർട്ടറുകൾ സ്ഥാപിക്കുക. ടാങ്കുകൾ ഒരു സമ്പിലാണെങ്കിൽ അതിന് ഓവർഫ്ലോ അറേഞ്ച്മെന്റ് ഡ്രെയിനേജുകൾ ആവശ്യമാണ്. ഓവർഫ്ലോ ചെറുതാക്കുമ്പോൾ പമ്പുകളിൽ വെള്ളപ്പൊക്കമുണ്ടാകും. PVC അല്ലെങ്കിൽ അനുയോജ്യമായ കളക്ടർ പൈപ്പുകൾക്കും ടാങ്കുകൾക്കുമിടയിൽ ഫൈനൽ കണക്ഷൻ ഉണ്ടാക്കുക. ജലനിരപ്പും ഉപയോഗവും പതിവായി നിരീക്ഷിക്കാൻ ഒരു ടാങ്ക് ഗേജ് സ്ഥാപിക്കുക. മഴവെള്ള പൈപ്പ് അളന്ന് അടയാളപ്പെടുത്തുക. ചോക്ക് ലൈനും പ്ലം ബോബും ഉപയോഗിച്ച് പൈപ്പിന്റെ മധ്യരേഖ അളന്ന് അടയാളപ്പെടുത്തുക. ബെൻഡുകൾ അല്ലെങ്കിൽ മറ്റു വൈകല്യങ്ങൾ എന്നിവയ്ക്കായി പൈപ്പ് പരിശോധിക്കുക. ബ്രാക്കറ്റ് ഫിക്സ് ചെയ്യുക. പൈപ്പ് ലൈനിന്റെ അളവുകൾ എടുക്കുക. പൈപ്പിൽ ബെൻഡ് തിരുകുമ്പോൾ ഷൂ ഭൂനിരപ്പിൽ നിന്ന് 50 മില്ലിമീറ്റർ ഉയരത്തിലായിരിക്കും. പാരപെറ്റ് വാളിൽ ബെൻഡിന്റെ പുറം വ്യാസത്തേക്കാൾ വലുതായി ഒരു ദ്വാരമുണ്ടാക്കുക. ബെൻഡ് ഫിക്സ് ചെയ്യുക. ബെൻഡിന്റെ അടിയിൽ നിന്ന് പൈപ്പുകൾ കൂട്ടിച്ചേർക്കുക. ബ്രാക്കറ്റ് അയഞ്ഞ രീതിയിൽ ഫിക്സ് ചെയ്യുക. പൈപ്പിലേക്കും ബ്രാക്കറ്റിലേക്കും ഷൂ ഫിക്സ് ചെയ്യുക. ഒരു പ്ലം ബോബ് ഉപയോഗിച്ച് പൈപ്പ് ലംബമായി പരിശോധിക്കുക. മഴവെള്ള പൈപ്പ് ഡ്രെയിനേജ് പൈപ്പ് ലൈനിലേക്ക് ബന്ധിപ്പിക്കുക. ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക. ഡ്രെയിനേജ് പൈപ്പ് സിസ്റ്റം ഫിക്സ് ചെയ്യുന്നു. ചുവരിൽ പൈപ്പ് വർക്ക് ഇൻസ്റ്റാളേഷന്റെ മധ്യരേഖ അളക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുക. വൈ ബെൻഡ് പോലെയുള്ള എല്ലാ ഫിറ്റിംഗുകളുടെയും സ്ഥാനം അടയാളപ്പെടുത്തുക. ദൃശ്യമായ വൈകല്യങ്ങൾക്കായി പൈപ്പും ഫിറ്റിംഗും പരിശോധിക്കുക. സോക്കറ്റിൽ പ്രവേശിക്കുന്ന നീളം ഉൾപ്പെടെ ഫിറ്റിംഗ് ബന്ധിപ്പിക്കുന്ന പൈപ്പ് വർക്ക് അടയാളപ്പെടുത്തുക. ലേയിങ് വാൾ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ ബ്രാക്കറ്റുകൾ സ്റ്റാൻഡേർഡ് ഇടവേളകളിൽ ഫിക്സ് ചെയ്യുക. പൈപ്പ് വർക്കിന്റെ മധ്യരേഖയിൽ ഘടനയിൽ ഉറപ്പിച്ചിരിക്കുന്ന ബ്രാക്കറ്റുകളുടെ സഹായത്തോടെ പൈപ്പും ഫിറ്റിംഗുകളും താൽക്കാലികമായി സ്ഥാനത്ത് വയ്ക്കുക. ഓരോ പൈപ്പും സോക്കറ്റിലേക്ക് പൂർണ്ണമായി നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ചെറിയ വെഡ്ജ് അല്ലെങ്കിൽ പാക്കിംഗ് ഉപയോഗിച്ച് ജോയിൻ കേന്ദ്രീകരിക്കുക. ലെഡ് അല്ലെങ്കിൽ സിമന്റ് മോട്ടാർ ഉപയോഗിച്ച് പൈപ്പും ഫിറ്റിംഗുകളും താഴെ നിന്ന് കൂട്ടിച്ചേർക്കുക. ബ്രാക്കറ്റ് ടൈറ്റൻ ചെയ്യുക. സിമന്റ് ജോയിൻ ക്യൂവർ ചെയ്യുക. ചോർച്ച പരിശോധിക്കുക. റെയിൻ വാട്ടർ ഗട്ടർ ഔട്ട്ലെറ്റും ഗ്രൗണ്ട് പൈപ്പും ഫിക്സ് ചെയ്യൽ. മേൽക്കൂരയുടെ മുകളിൽ അല്ലെങ്കിൽ പുറം ഭിത്തിയുടെ അറ്റത്ത് ഗട്ടർ സ്ഥാപിക്കുക. മെറ്റൽ ഷീറ്റിന്റെ അറ്റത്ത് ഗട്ടർ ഫിക്സ് ചെയ്യുക. ഒരു പൈപ്പ് ലേഔട്ട് വരയ്ക്കുക. മഴവെള്ള പൈപ്പിന്റെ മധ്യരേഖ അളന്ന് അടയാളപ്പെടുത്തുക. മഴവെള്ള പൈപ്പ് ഒരു ഗട്ടർ ഔട്ട്ലെറ്റിൽ ബന്ധിപ്പിക്കുന്നതിന് കട്ടറിന്റെ അടിയിൽ നിന്ന് പൈപ്പ് കൂട്ടിച്ചേർക്കുക. ഒരു ഹാങ്ങർ അല്ലെങ്കിൽ ബ്രാക്കറ്റ് സ്ഥാനം അടയാളപ്പെടുത്തി പൈപ്പുകൾ ഉറപ്പിക്കുക. മഴവെള്ള പൈപ്പ് ആവശ്യമായ നീളത്തിൽ ഒരു ബ്രാക്കറ്റ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുക. കട്ടറിന്റെ അടിയിൽ നിന്ന് പൈപ്പും ഷൂസും ജോയിൻ ചെയ്യുക. ഭൂനിരപ്പിന്റെ അവസാനത്തിൽ മഴവെള്ള പൈപ്പ് ഷൂസ് ബന്ധിപ്പിക്കുക. ജോയിൻസിൽ കംപ്ലീറ്റ് ഫിറ്റിംഗ് പരിശോധിക്കുക. പൈപ്പ് ശരിയായി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പൈപ്പുകളും ഫിറ്റിംഗുകളും ക്ലാമ്പിംഗ് അല്ലെങ്കിൽ സ്ക്രൂയിംഗ് വഴി തൂക്കിയിടുക. ഈ വീഡിയോയിൽ താഴെ പറയുന്നവയെല്ലാം എങ്ങനെയെന്ന് നമ്മൾ ചർച്ച ചെയ്തു. കുഴിയുണ്ടാക്കി കുഴിയിൽ ചരൽ നിറയ്ക്കുക. മഴവെള്ള പൈപ്പുകൾ ഫിക്സ് ചെയ്യുക. പൈപ്പുകൾ കുഴിയിലേക്ക് ബന്ധിപ്പിക്കുക. കുഴി മൂടുക. മെറ്റൽ ഷോപ്പ് എൻഡിൽ മഴവെള്ള ഗട്ടർ ഫിക്സ് ചെയ്യുക. PVC പൈപ്പ് ഗട്ടറുമായി ബന്ധിപ്പിക്കുക. പൈപ്പിന്റെ അറ്റത്ത് പൈപ്പ് ഷൂ കൂട്ടിച്ചേർക്കുക. അടയാളം അളക്കുക. ഡ്രോയിങ് അനുസരിച്ച് പൈപ്പ് ഫിക്സ് ചെയ്യുക. പൈപ്പും ഫിറ്റിംഗുകളും ബന്ധിപ്പിക്കുക. ജോയിന്റുകൾ പരിശോധിക്കുക. ഈ സെഷനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.